ഗായ്സ് പുതിയടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായ്സ് നമ്മളെ 390 ഇതാ കഴുകി കുളിപ്പിച്ച് കുട്ടപ്പനായിട്ട് വെച്ചേക്കാണ്. ആക്ഷൻ വീഡിയോയിൽ സൗണ്ട് വരുന്നപ്പോൾ ഞാൻ ആക്ഷൻ കാണിക്കണം. അമ്മേൻ്റെ അടുത്ത് അവിടെ എന്തിനാ പറയാണ് കേട്ടാ. അപ്പം ഞാനും ഗായത്രിയും കൂടെ നമ്മളിന്ന് എവിടെ പോയാണ് ഗായത്രി? കൊല്ലത്ത് എവിടാ? എന്തോ എടി ഇതിനകത്ത് എത്ര പറഞ്ഞിടി. നമ്മളിപ്പോൾ ഇന്ന് കൊല്ലം KTM ഷോറൂമിൽ പോവുകയാണ്. അപ്പോൾ KTM അഡ്വഞ്ചർ എക്സിൻ്റെ ലോഞ്ചിങ് ആണ് കേട്ടോ. അപ്പോൾ ആ ലോഞ്ചിങ്ങിന് ഭാഗമായിട്ട് എന്നെ ഇൻവൈറ്റ് ചെയ്തായിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ രണ്ടും കൂടെ ഇന്ന് കൊല്ലം KTM ഷോറൂമിൽ പോവുകയാണ്. അപ്പം നമുക്ക് അവിടെ വണ്ടി തുണി പൊക്കുന്നത് കാണാം. ഓക്കെ അടിച്ചോ അപ്പം നമ്മൾ രണ്ടും കൂടെ അപ്പം നേരെ കൊല്ലത്ത് പോവുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഫസ്റ്റ് പരിപാടി നമ്മൾ KTM ഷോറൂമിൽ പോയി നമ്മൾക്ക് അഡ്വഞ്ചർ എക്സ് കാണുന്ന പരിപാടിയാണ്. ബാക്കിയെല്ലാം നമുക്ക് അവിടെ ചെന്നിട്ട് വണ്ടിയുടെ സ്പെക്കും കാര്യങ്ങളൊക്കെ എല്ലാം നോക്കി എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം കേട്ടോ. നേരെ അപ്പം കൊല്ലം ഷോറൂമിലേക്ക്. ഓക്കെ ഗായത്രി, അപ്പം നമ്മൾ അഡ്വഞ്ചർ എക്സ് ഏതാണ്? യെസ്, അപ്പം ഗായത്രി അവിടെ നിന്ന് അഡ്വഞ്ചർ എക്സിൻ്റെ ലുക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് അവിടെ വേണം തുണിയിട്ട് മൂടി വെച്ചിരിക്കണം കേട്ടോ. അതാണ് അഡ്വഞ്ചർ എക്സ് കേട്ടാ. ഓക്കെ, അപ്പം നമ്മൾ ഷോറൂമിൻ്റെ അകത്തോട് കയറിയിട്ടുണ്ട്. വണ്ടിയിലെല്ലാം അവിടെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ അഡ്വഞ്ചർ എക്സ് അവിടെ തുണിയിട്ട് മൂടി വെച്ചേക്കാണ്. അപ്പം വണ്ടി കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. അപ്പം നമുക്ക് എന്തായാലും റിവീലും ടൈമിൽ തന്നെ കാണാം. ആ ഒരു എക്സൈറ്റിങ് മൂമെൻറ്റ് അപ്പം തന്നെ കണ്ടു തന്നെ അറിയാം കേട്ടോ. അതുകൊണ്ട് ഞാൻ ഓടിഞ്ഞൊന്നും നോക്കുന്നില്ല. ഓക്കെ, അപ്പം ഏതാനും നിമിഷങ്ങളൊക്കെ നമ്മൾ തുണി പൊക്കുന്നതായിരിക്കും ഗായ്സ്. ഇവിടെ അതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചേക്കാണ്. ആൾക്കാരൊക്കെ ഒരു ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഹായ്. എക്സ് മോഡൽ. അപ്പോൾ വണ്ടിയിൽ ലുക്ക് വൈസിൽ ഒരു മാറ്റവും കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. സെയിം നമ്മുടെ കാരണം നമ്മുടെ സാക്ഷൽ അഡ്വഞ്ചർ 390 ആ ഒരു സെയിം ലുക്കിലാണ് നമ്മുടെ ഈ ഒരു അഡ്വഞ്ചർ 390 എക്സ് ഇറക്കിയിരിക്കുക. പിന്നെ എന്തിനാണ് ഈ വണ്ടി ഇറക്കിയതെന്ന് വെച്ചാൽ വണ്ടിയുടെ ഫീച്ചേഴ്സിൽ കുറച്ച് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. നമ്മുടെ കുറച്ച് പ്രൈസ് കുറച്ചുകൂടി അഫോർഡബിൾ ആകുന്ന രീതിയിലാണ് ഈ വണ്ടി ഇറക്കിയിരിക്കുന്നത് കേട്ടോ. ഈ വണ്ടിയുടെ പ്രൈസ് എന്ന് വെച്ചാൽ 3,67,000 രൂപയാണ്. അപ്പോൾ സാക്ഷൽ അഡ്വഞ്ചർ 390ക്കാളും നല്ല രീതിക്ക് പ്രൈസ് ഈ ഒരു വണ്ടി കുറച്ചിട്ടുണ്ട്. കുറയ്ക്കാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ വണ്ടിയിലെ ഇലക്ട്രോണിക്സ് കംപ്ലീറ്റ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. കംപ്ലീറ്റ് എന്നല്ല, കുറച്ച് സംഭവങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. നമ്മൾ കോർണറിങ്, ABS, ക്വിക്ക് ഷിഫ്റ്റ്, ട്രാക്ഷൻ കൺട്രോൾ ഇതെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മളെ മെയിൻ സാധനം നമ്മളെ TFT മീറ്റർ കൺസോൾ അത് മാറ്റിയിട്ടുണ്ട്. അത് മാറ്റിയിട്ട് നമ്മുടെ അഡ്വഞ്ചർ 250ക്ക് വരുന്ന സെയിം മീറ്റർ കൺസോൾ അതിൻ്റെ അത് കൊടുത്തേക്കുന്ന. വേറെ വണ്ടിക്ക് കൊടുത്ത മാറ്റങ്ങളെന്ന് വെച്ചാൽ ഒന്നുമില്ല. ടയർസ് മാറിയിട്ടുണ്ട്. ടയർസ് നമ്മൾ അഡ്വഞ്ചർ 390ക്ക് വരുന്നത് രണ്ടും അഡ്വഞ്ചർ 390ആണ്. ഇത് എക്സ് ആണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന MRFിൻ്റെ ടയറാണ്. ഓഫ് റോഡിങ് പർപ്പസ് ടയറാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തേക്കുന്നത്. അതിൻ്റെ അകത്ത് വന്ന മെക്സിലസിൻ്റെ ടയറാണ് കേട്ടോ. അങ്ങനെ രണ്ട് വ്യത്യാസങ്ങൾ കൊടുത്തിട്ടുണ്ട്. പ്രൈസ് കുറച്ചും കൂടെ കുറയ്ക്കാൻ വേണ്ടി ചെയ്തതാണ്. ഇതിപ്പോൾ ഈ ഒരു വണ്ടി ഇറക്കേണ്ട ആവശ്യം ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ അഡ്വഞ്ചർ 390 ആ ഒരു 4.5 ലക്ഷം പുറത്തുണ്ട് അഡ്വഞ്ചർ 390 ഇപ്പോഴത്തെ ഓൺറോഡ് പ്രൈസ്. അപ്പോൾ അത്രയും ബഡ്ജറ്റ് എടുക്കാനില്ലാത്തവർ അഡ്വഞ്ചർ 390 സ്വപ്നമായിട്ട് കൊണ്ടുനടക്കുന്നവരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ എടുക്കാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷനാണ്. നമ്മളൊരു ഹിമാലയൻ ആ ബൈക്കിൽ എടുക്കുന്ന പ്രൈസിൽ നിങ്ങൾക്ക് അഡ്വഞ്ചർ 390 എക്സ് എടുക്കാനായിട്ട് പറ്റും. സെയിം അതിൻ്റെ എഞ്ച് പവറിൻ്റെ യൂസിലാണ്. വേറെ വണ്ടി റൈഡിങ് കംഫർട്ടിന് ഒരു വ്യത്യാസമില്ല. അഡ്വഞ്ചർ 390യുടെ സെയിം സാധനമാണ് ഇതിനകത്ത് കിട്ടുന്നത്. കുറച്ച് ഇലക്ട്രോണിക്സ് സംഭവങ്ങൾക്ക് മാറ്റിയെന്നല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഒരു കിട്ടില്ല ബൈക്ക് ഇവിടുന്ന് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. ആ ഒരു കൺസെപ്റ്റിലാണ് ഈ അഡ്വഞ്ചർ 390 എക്സ് എന്ന് പറഞ്ഞ മോഡൽ ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്. അപ്പം രണ്ട് അഡ്വഞ്ചർ 390 എക്സ് ആണ് അപ്പോൾ റൂപ്പിൽ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വണ്ടി എടുത്തോട്ട് ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് വയ്ക്കാം, എന്നിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ചു തരാം കേട്ടോ ഞാൻ. ഓക്കെ, അപ്പം വണ്ടി ഇതാവുമ്പോൾ കയറാനായിട്ട് പോവുകയാണ്. യെസ്, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. കഴിഞ്ഞ ദിവസം നമ്മളെ സച്ചിൻ്റെ അഡ്വഞ്ചർ 390 പഠിച്ചപ്പോൾ എങ്ങനെ ഇരിക്കുന്നത് അതേപോലെ തന്നെ ഈ വണ്ടിയും
എന്നുവെച്ചാൽ വണ്ടി റൈഡിങ് കംഫർട്ടിൽ നിന്ന് ഒരു വ്യത്യാസം വരുത്തിട്ടില്ല. ഈ 350 മീറ്ററിൻ്റെ ഇത് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. അപ്പം വണ്ടി റോഡിൽ ഇറക്കാൻ പെർമിഷൻ ഇല്ല കേട്ടോ, നമ്പർ പറ്റും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇവരെ ഈ ഒരു ഇൻ്റർലോക്ക് ഇട്ട് ജസ്റ്റ് റൗണ്ട് അടിക്കാം, അത്രേ പറ്റത്തുള്ളൂ. ഓക്കെ, എല്ലാവരും അന്തം പെട്ടിക്കുക, ഞാൻ മാത്രമേ ഇവിടെ നിന്ന് വണ്ടി എടുത്തോളൂ കേട്ടോ. എനിക്കാണ് അപ്പം ഇവിടുത്തെ ആദ്യത്തെ അവസരം കിട്ടിയിരിക്കുന്നത്. ഓക്കെ, സെറ്റ്. അപ്പം വണ്ടി പക്ഷേ ഈ കളർ സ്കീം അടിപൊളിയായിട്ട് നമ്മളെ നോർമൽ 390 ഈ ഒരു കളർ സ്കീം അടിപൊളിയായിട്ടുണ്ട്. ഫുൾ ഒരു ബ്ലാക്കിലോട്ടാണ് കേട്ടോ മാറ്റിയിട്ടുള്ള. ഈ ഒരു ടാങ്കും ഈ സൈഡിലെ സ്റ്റിക്കറിങ് ഈ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ വേറെ ലെവലായിട്ടുണ്ട്. KTMന്റെ ഐഡന്റിറ്റി എന്ന് അറിയപ്പെടുന്ന ആ ഒരു ഓറഞ്ച് ഇതാ ഈ ഭാഗത്തായിട്ട് ഫുൾ ഓറഞ്ച് കളറിൽ, അത് കിട്ടില്ല കളറിൽ. പെയിൻറ്റ് ക്വാളിറ്റി ഒരു രക്ഷയില്ല. ടാങ്ക് വന്നേക്കൊരു മെറ്റാലിക് ബ്ലാക്കാണ് കേട്ടോ, അത് മാറ്റാണ് സംഭവം. വിഷയം പെയിൻറ്റ് ക്വാളിറ്റി കേട്ടോ, ഒരു രക്ഷയില്ല. ബിൽഡ് ക്വാളിറ്റി ഒക്കെ വേറെ ലെവലാണ് വണ്ടി. ഞാൻ പറഞ്ഞത് വേറെ ഒരു വ്യത്യാസമില്ല, നമ്മളെ നോർമൽ അഡ്വഞ്ചർ 390 തന്നെ സെയിം സ്പെക്കാണ് ഇതിൻ്റെ അകത്ത് എല്ലാം കൊടുത്തിരിക്കുന്ന. കുറച്ച് ഇലക്ട്രോണിക്സ് സാധനങ്ങൾ മാത്രം ഇളക്കി മാറ്റിയതേ ഉള്ളൂ കേട്ടോ. പിന്നെ വണ്ടിയുടെ എക്സോസ്റ്റിനോട്ട് ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ച് തരാം, അതിനും വ്യത്യാസമൊന്നുമില്ല. എന്നാലും ആഗ്രഹിക്കുന്ന ആരെങ്കിലും അതും കൂടെ ഒന്ന് കേൾക്കാമല്ലോ. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ വണ്ടി. ഈ കൂടുതലൊന്നും പറയാനില്ല, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി പറഞ്ഞൊരു എന്തിനും ആവശ്യമില്ല പോകുന്നത്. ബാക്കി സ്പെക്കും കാര്യങ്ങളൊക്കെ ഓൾറെഡി അഡ്വഞ്ചർ 390 ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പം ഇനി നമ്മളിവിടെ ഇറങ്ങാൻ പോവുകയാണ്. നമ്മൾ അടുത്ത അഡ്വഞ്ചർ 390 കട്ട വെയിറ്റിംഗ് ആണ്. അത് സൂപ്പറാണ് കേട്ടോ. സ്പോക്ക് വീലും കാര്യങ്ങളൊക്കെ വരാൻ നേരത്ത് വേറെ ലെവലാവും. എന്ന് വെച്ചാൽ അഡ്വഞ്ചർ 390 വേണ്ട മെയിൻ സംഭവമാണ് സ്പോക്ക് വീൽ. അപ്പോൾ ഇതുകൊണ്ട് ഓഫ് റോഡിങ് പോകാൻ പറ്റുമെന്ന് വെച്ചാൽ പോകാൻ പറ്റും. പക്ഷേ കുറച്ചും കൂടെയൊക്കെ ഓഫ് റോഡിങ് ഒക്കെ ആസ്വദിക്കാൻ പറ്റുവാണെങ്കിൽ സ്പോക്ക് വീലും കൂടെ ഒന്ന് ആഡ് ചെയ്യണം, എങ്കിലേ അതിൻ്റെ കറക്റ്റ് ഒരു സുഖം നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അടുത്ത അഡ്വഞ്ചർ 390 ഞാൻ കട്ട വെയിറ്റിംഗ് ആണ്, നിങ്ങളും വെയിറ്റ് ചെയ്യണമെന്നറിയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുന്ന് പോവാം. ഞാൻ കഴിഞ്ഞു. ഓക്കെ, പോരാടേ, എടുത്ത് ഇവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞതാ, ഇറങ്ങാൻ പോവുകയാണ്. ഏതാ ആരത് എൻ്റെ അടുത്താ? ആ വീഡിയോ ഓണാണെന്ന് വെളിപ്പെടുത്തുന്നില്ല. പോട്രാ, സെറ്റാക്കാം. ഓക്കെ, അഡ്വഞ്ചർ എക്സിൻ്റെ പരിപാടി കഴിഞ്ഞു. കേരളത്തിൽ ഫസ്റ്റ് നമ്മുടെ കൊല്ലത്താണ് കേട്ടോ ലോഞ്ച് ചെയ്തിട്ടുള്ള വണ്ടി. അപ്പം നേരെ വീടിച്ചൊന്ന് വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ആക്കണം. റീച്ചൊന്നും ഇല്ല എന്നറിയാം, എങ്കിലും ഫസ്റ്റ് അപ്ലോഡ് ആക്കാം. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു. അപ്പം നമുക്ക് ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെയ്ക്കും ഗുഡ് ബൈ.